എക്സിറ്റ് പോൾ ഫലങ്ങളിൽ താൻ വിശ്വസിക്കുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഇന്ത്യ മുന്നണിക്ക് വൻ മുന്നേറ്റമുണ്ടാകുമെന്നും കേരളത്തിൽ 20 സീറ്റും UDF നേടുമെന്നും ചെന്നിത്തല അവകാശപ്പെട്ടു. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ BJP വീണ്ടും അധികാരത്തിൽ വരും എന്ന സൂചനകളാണുള്ളത്. ഈ സാഹചര്യത്തിലായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരങ്ങളിലും ഒന്നും വിശ്വസിക്കേണ്ട കാര്യം, നാളെ കഴിഞ്ഞ് 4-ാം തീയതി എന്തായാലും റിസൾട്ട് വരാൻ പോകുന്നത് കാര്യമാണ്. എക്സിറ്റ് പോളുകൾ ഒരിക്കലും യാഥാർത്ഥ്യം വെളിച്ചത്ത് കൊണ്ടുവരുന്നില്ല. ചില ട്രെൻഡുകൾ അവർക്ക് പറയാൻ കഴിയും എന്നുള്ളതിന് അപ്പുറത്തേക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് വലിയ സാധ്യത ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്നിപ്പോഴും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞ 295 എത്തും എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഈ എക്സിറ്റ് പോളുകളിൽ വിശ്വാസം അർപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നരേന്ദ്രമോദിക്കെതിരായ വികാരം ഇന്ത്യയിൽ ശക്തമാണ്. അതിൽ ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ യാതൊരു സംശയവുമില്ല, വൻപിച്ച മുന്നേറ്റം UDF നടത്തും. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. 20-ൽ 20 സീറ്റ് കൂട്ടുന്ന രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിൽ നിന്നുള്ളത്. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല എന്നുള്ളത് സത്യമാണ്. അതിനെയും 4-ാം തീയതി നമുക്ക് ബോധ്യപ്പെടാൻ പോകുന്ന കാര്യമാണ്. ഇന്ത്യ മുന്നണി ശക്തമായ മുന്നേറ്റം നടത്തുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഴിമതിയുടെ നേർപാളികൾ അടർന്നു വീഴുന്നു. കൈനകരി കോലത്ത് ജെട്ടി മുതൽ ചെറുപറമ്പ് ജംഗ്ഷൻ വരെയുള്ള റോഡിൽ 2 മാസം മുമ്പ് റീടാറിംഗ് നടത്തിയതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ഇളകി അടരുന്നു. ചേർന്ന തുല്യമാണ്. ഒന്നാം തലങ്ങളെ പാട പോലെ പൊളിച്ചു പോരുക. റോഡിൻ്റെ അവസ്ഥ കണ്ടോ, പൊളിച്ചു മാറ്റാം. എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? 2 മാസം മുമ്പ് മാത്രമാണ് ഇവിടെ റോഡ് റീടാർ ചെയ്തത്. നോക്കൂ, ഇപ്പോൾ തന്നെ റോഡ് ഇളകി അടരുന്നു. ടാർ ചെയ്യുമ്പോൾ തന്നെ നാട്ടുകാർക്ക് ഇവിടെ മണത്തത് ടാറും മെറ്റൽ പൊടിയും പുകഞ്ഞതിൻ്റെ മണമായിരുന്നില്ല, മറിച്ച് അഴിമതിയുടെ മണമായിരുന്നു. മെറ്റലിനും മെറ്റൽ പൊടിക്കും പകരം ക്ലേ ഉപയോഗിച്ചായിരുന്നു ഇവിടെ ടാറിംഗ് എന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. അത് ഈ ദൃശ്യങ്ങൾ കാണുന്നവർക്കും മനസ്സിലാകും. ഉദ്ദേശം ഒരു 2 മാസക്കാലമായിട്ട് പോലും ആയില്ല ഈ റോഡിൻ്റെ വർക്ക് തുടങ്ങി, ടാറിംഗ് എന്ന് പറഞ്ഞ് തുടങ്ങിയത്. തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ റോഡിൻ്റെ പണി അഴിമതിയിലുണ്ടെന്ന്. 2 PWD സൂപ്പർവൈസർമാരുടെ സാന്നിധ്യത്തിലാണ് ഈ വർക്ക് ചെയ്തത്. അതായത് മെറ്റിൽ പോലും ഉപയോഗിക്കാതെ, മെറ്റിൽ പൊടി പോലും ഉപയോഗിക്കാതെ വില കുറച്ച് കിട്ടുന്ന ക്ലേ ആണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അതാണ് ഈ പരുവത്തിൽ കിടക്കുന്നത്. ഇത് ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്ന കർഷക തൊഴിലാളികളും എല്ലാം ആശ്രയിക്കുന്ന റോഡാണ്. കൂടാതെ ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ടൂറിസ്റ്റ് ആയിട്ട് വന്നു പോകുന്ന വഴിയാണ്. ഇതിൻ്റെ ഈ അവസ്ഥയ്ക്ക് ആരാണ് ഉത്തരവാദി? അത് കാരണം ഇത് എത്രയും പെട്ടെന്ന് റീടാറിങ് ചെയ്തില്ലെങ്കിൽ വീണ്ടും ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് തന്നെ പോകാനാണ് നാട്ടുകാരുടെ. കോലത്തി 8 മുതൽ ചെറുപറമ്പ് വരെയാണ് മെയിൻ വർക്ക് നടന്നിരിക്കുന്നത്. വണ്ടികളിൽ കയറി കഴിഞ്ഞാൽ വണ്ടി താഴ്ന്നു പോവുകയാണ്. ഇനി ഈ വണ്ടി താഴ്ന്നു പറഞ്ഞ് KSRTCക്കാർ പോലും ഇങ്ങോട്ട് വരായിരിക്കും. അപ്പോൾ ഈ ഇങ്ങോട്ടുള്ള ഗതാഗതവും കൂടെ അവസാനിച്ചു. ഇപ്പം വെള്ളം കയറി കിടക്കുന്ന കാരണം ഇരുമലത്ത് കൂടെയുള്ള വർക്ക് കൂടെ വഴി കൂടെ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏക ആശ്രമം പൂപ്പള്ളി വഴിയുള്ള വഴിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മീഡിയക്കാരെ ഈ വീഡിയോ അറിയിച്ചിട്ട് എത്രയും പെട്ടെന്ന് ജില്ലാ ഭരണകൂടത്തിന് മുന്നിൽ ഇത് ചെല്ലണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. 2 PWD സൂപ്പർവൈസർമാരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇവിടെ ടാറിംഗ് ജോലികൾ നടന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. സ്കൂൾ കുട്ടികളും നിരവധി കർഷകരും കർഷക തൊഴിലാളികളും ആശ്രയിക്കുന്ന റോഡാണിത്. ഇത് ഇങ്ങനെ തകർന്നു കിടന്നാൽ പ്രദേശത്ത് യാത്രാ സൗകര്യം ഇല്ലാതാകുന്ന സ്ഥിതിയാണുള്ളത്. പൊളിഞ്ഞ റോഡിന്റെ മീതെ വെള്ളക്കെട്ട് കൂടിയാകുമ്പോൾ അപകട സാധ്യതയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. കൈനഗരിയിലേക്ക് എത്തുന്ന നിരവധി ടൂറിസ്റ്റുകൾക്കും ഇത്തരം അവസ്ഥകൾ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നതിൽ സംശയമില്ല. വാഹനങ്ങൾ പോകുമ്പോൾ ഇവിടെ റോഡ് അടർന്നു പൊങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ പോലും കാണാൻ കഴിയും. പിന്നീട് ഇക്കാരണത്താൽ KSRTC സർവീസ് നിർത്തലാക്കുന്ന ഗതികേടും വന്നു ഭവിക്കുമെന്ന് നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. പ്രശ്നത്തിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് യാത്രക്കാരും പ്രദേശവാസികളും ആവശ്യപ്പെടുന്നു. AC കനാലിലെ പോളയും കടകലും നീക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കനാലിന്റെ തീരത്ത് താമസിക്കുന്നവർ ശക്തമായ സമരത്തിലേക്ക്. ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിലാണ് സമരം. AC കനാലിലെ പോളയും കടകലും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിരവധി സമരങ്ങൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു. എന്നിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല.
ഇപ്പോൾ ഈ ആവശ്യം ഉന്നയിച്ച് ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ കനാലിന്റെ തീരത്ത് താമസിക്കുന്നവർ സംഘടിച്ച് സമരത്തിന് തയ്യാറായിരിക്കുന്നു. രാമഗിരി വേഴപ്ര ജംഗ്ഷനിൽ പോള തള്ളിക്കൊണ്ടായിരുന്നു സമരം. ജനകീയ പ്രതിരോധ സമിതി രാമഗിരി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി VR അനിൽ സമരം ഉദ്ഘാടനം ചെയ്തു. കിടങ്ങറയിൽ പാലം നിർമ്മിക്കുന്നതിനായി ഊരാളുങ്കൽ സൊസൈറ്റി മുട്ട് ഇട്ടിരിക്കുന്നതിനാലാണ് കനാലിൽ പോളയും കടകലും തിങ്ങി നിറഞ്ഞിരിക്കുന്നതെന്നും സൊസൈറ്റി തന്നെ യന്ത്രങ്ങൾ കൊണ്ടുവന്ന് പോളയും കടകലും വാരിമാറ്റാൻ തയ്യാറാകണമെന്നും സമരവേദിയിൽ അധ്യക്ഷത വഹിച്ച ജനകീയ പ്രതിരോധ സമിതി കുട്ടനാട് താലൂക്ക് സെക്രട്ടറി PR സതീശൻ ആവശ്യപ്പെട്ടു. ഇവിടെ കിടക്കുന്ന ഈ പോള മാത്രമേ നമ്മുടെ മാനുവലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറച്ച് കടകലൊക്കെ പിടിച്ച് വളരെ ഒരു രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റാതെ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരു പരുവത്തിലാണ് ആ അക്കര ഭാഗങ്ങൾ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് യന്ത്രം ഉപയോഗിച്ച് വാരിക്കളയണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് നമ്മളാലാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പക്ഷേ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ പഞ്ചായത്തും MLAയും അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം അവിടെ അവിടെ മുട്ടിട്ടതിന് ശേഷമാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റി അവിടെ മുട്ടിട്ടതിന് ശേഷമാണ് ഈ ബ്ലോക്ക് ഉണ്ടാകുകയും ഇതേപോലെ പോള തിങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുകൂടെ സഹകരിച്ചുകൊണ്ട് അവർക്ക് ഒത്തിരി യന്ത്രോപകരണങ്ങളൊക്കെ ഉള്ളതാണ്. അവരുകൂടെ വന്ന് സഹകരിച്ചുകൊണ്ട് ഈ കിടക്കുന്ന കടകലും മാലിന്യങ്ങളും അടിയന്തരമായും നീക്കം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇത് വളരെ രൂക്ഷമാകുന്ന നിലയിൽ ഇത് മൊത്തം പിടിക്കുകയും നമുക്ക് ഒരു രീതിയിലും മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള ഒരാവശ്യമാണ് നമ്മൾ ഈ പ്രതിഷേധത്തിലൂടെ. നമ്മളിപ്പം എന്ത് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അക്കരെ കിടക്കുന്ന പോള ഈ കടകൽ തള്ളിക്കളയാണ്. വീട്ടമ്മമാരുൾപ്പെടെ നിരവധി പേരാണ് പ്ലക്കാർഡുമേന്തി സമരത്തിനിറങ്ങിയത്. ശ്യാമളൻ വേഴപ്ര, അനിരുദ്ധൻ, രാജേന്ദ്രൻ കുഴിക്കാല, കുഞ്ഞമ്മ ഗോപിനാഥൻ, ഫിലോമിന സോമൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അംഗങ്ങളുടെ മക്കൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന കേബിൾ ഇന്റർനെറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി സിഡ്കോയുടെ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരങ്ങൾ നൽകിയത്. എറണാകുളം ഭാരത് ഹോട്ടലിൽ നടത്തിയ പുരസ്കാര വിതരണ ചടങ്ങ് തൃക്കാക്കര MLA ഉമാ തോമസ് ഉദ്ഘാടനം ചെയ്തു. ഫലകവും ക്യാഷ് അവാർഡും ഉൾപ്പെട്ടതായിരുന്നു പുരസ്കാരം. സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് സൗത്ത് മേഖല അംഗം PM അജിയുടെ മകൾ ഫിദ അജി, അമ്പലപ്പുഴ മേഖല അംഗം അബ്ദുൽ ഗഫൂറിൻ്റെ മകൻ ജസീം ഗഫൂർ, ചാരുമൂട് മേഖല അംഗം ഉദയകുമാറിൻ്റെ മകൾ നിരുപമ U നായർ എന്നിവർ പുരസ്കാരങ്ങൾ നേടിയവരിൽ ഉൾപ്പെടുന്നു. പ്രശസ്ത കരിയർ മെന്ററും സൈക്കോളജിസ്റ്റുമായ അജിത് ശങ്കർ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. COA പ്രസിഡന്റ് പ്രവീൺ മോഹൻ, ജനറൽ സെക്രട്ടറി PB സുരേഷ്, ട്രഷറർ ബിനു ശിവദാസ്, ന്യൂസ് മലയാളം 24/7 ഡയറക്ടർ M അബൂബക്കർ സിദ്ദിഖ്, COA സെക്രട്ടറി നിസാർ കോയാപറമ്പിൽ, കേരള വിഷൻ ഡയറക്ടർ PS രജനീഷ്, COA എക്സിക്യൂട്ടീവ് അംഗം M രാജ്മോഹൻ എന്നിവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയം രാജ്യാന്തര നിലവാരത്തിലേക്ക്. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ. ഇത് തന്റെ സ്വപ്ന പദ്ധതിയാണെന്ന് അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA. അത്യാധുനിക നിലവാരത്തിലുള്ള സ്റ്റേഡിയത്തിന്റെ നിർമ്മാണമാണ് ചങ്ങനാശ്ശേരിയിൽ പൂർത്തിയായി വരുന്നത്. രാജ്യാന്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കുന്നത്. ഫിഫ നിർദ്ദേശിച്ചിരിക്കുന്ന മാനദണ്ഡ പ്രകാരമുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ നിർമ്മാണം ഇവിടെ അവസാന ഘട്ടത്തിലെത്തിക്കഴിഞ്ഞു. 5.25 കോടിയോളം രൂപ ചെലവഴിച്ചാണ് സ്റ്റേഡിയത്തിന്റെ പുനർനിർമ്മാണമെന്നും ഇത് ചങ്ങനാശ്ശേരിയിലെ മുഴുവൻ കായിക പ്രേമികൾക്കും വേണ്ടിയുള്ളതാണെന്നും ഇത് തന്റെ സ്വപ്ന പദ്ധതിയാണെന്നും അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ സ്റ്റേഡിയത്തിലെത്തിയപ്പോൾ KCB ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു MLA. 2500 സ്ക്വയർ ഫീറ്റുള്ള ജിംനേഷ്യം AC ആണ്. അതിൻ്റെ അകത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വളരെ വലിയ രീതിയിൽ മ്യൂസിക് സിസ്റ്റം ഉണ്ട്. അതിൻ്റെ അകത്ത് ലൈവായിട്ട് നമ്മുടെ TV സിസ്റ്റം ഉണ്ട്. അതോടൊപ്പം തന്നെ ഗ്ലാസ് മിററൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ വോളിബോൾ കോർട്ടുണ്ട്, അവിടെ ക്രിക്കറ്റ് പിച്ചുണ്ട്. ഇവിടെ നമ്മൾ ഗ്രൗണ്ട് ഇനിയും 2 അടിയുടെ പൊങ്ങി നല്ല ഗംഭീരമായിട്ട് നാച്ചുറൽ ടഫാണ് അല്ലേ, നാച്ചുറലാണ്. അവിടെ നമ്മൾ ഒരു 12,000 സ്ക്വയർ ഫീറ്റ് റൂഫിംഗ് ആണ്. 6 ഫെർട്ടിലൈറ്റ് ഉണ്ട്. പിന്നെ ഗ്രൗണ്ടിന് ചുറ്റും രാവിലത്തെ വാക്കിംഗ് ആൾക്കാർക്ക് വേണ്ടി നടപ്പാതയുണ്ട്. ചങ്ങനാശ്ശേരിയിലെ മൊത്തം കായിക പ്രേമികൾക്ക് വേണ്ടിയാണ് ഈ സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. ഇത് 10-50 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഒരു സ്റ്റേഡിയമാണ്. ഇപ്പം നമ്മൾ 5.25 കോടി രൂപ മുടക്കിയാണ് ഇതിനെ ആധുനികവൽക്കരിക്കുന്നത്. ഇത് സ്റ്റേഡിയം പണി പൂർത്തിയാകുമ്പോൾ ഈ പ്രദേശത്ത് ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള സ്റ്റേഡിയമായി ചങ്ങനാശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയം മാറും.
അത് MLA എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. ഫുട്ബോൾ ഗ്രൗണ്ടിലും സ്റ്റേഡിയത്തിലും മഴവെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ഡ്രെയിനേജ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. 6 ഫ്ലഡ് ലൈറ്റുകൾ ഉൾപ്പെടെ 46 ലൈറ്റുകളാണ് സ്റ്റേഡിയത്തിൽ പ്രകാശിക്കുക. 50,000 ലിറ്റർ ശേഷിയുള്ള ടാങ്കും കുഴൽക്കിണറും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ക്രിക്കറ്റ്, വോളിബോൾ പ്രേമികൾക്കും സ്റ്റേഡിയത്തിൽ സ്ഥലമുണ്ട്. സ്റ്റേഡിയത്തിനുള്ളിലെ പവലിയനിൽ നിർമ്മിക്കുന്ന മൾട്ടി ജിമ്മിൻ്റെ നിർമ്മാണവും ഇവിടെ പൂർത്തിയായി വരികയാണ്. സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഭാവിയിൽ കായിക ലോകത്തേക്ക് ഒട്ടേറെ താരങ്ങളെ സംഭാവന ചെയ്യാൻ ഈ സ്റ്റേഡിയത്തിലൂടെ സാധിക്കും എന്നാണ് ഏവരുടെയും പ്രതീക്ഷ. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ സ്കൂളുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. കോട്ടയം ജില്ലാതല പ്രവേശനോത്സവം കുമരകത്ത്. ആദ്യമായി സ്കൂളുകളിൽ എത്തുന്ന കുരുന്നുകളെ വരവേൽക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് അധ്യാപകരും നിലവിലുള്ള വിദ്യാർത്ഥികളും. മധുരം നൽകിയും ക്ലാസ് മുറികൾ വർണ്ണാഭമാക്കിയും ആട്ടവും പാട്ടുമായി നവാഗതരെ സ്വീകരിക്കാൻ പ്രൈമറി സ്കൂളുകൾ തയ്യാറെടുത്തു കഴിഞ്ഞു. 2023 അധ്യയന വർഷത്തിൽ 871 പേരാണ് കോട്ടയം ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ 1-ാം ക്ലാസ്സിൽ ചേരാനെത്തിയത്. പുതിയ അധ്യയന വർഷത്തിൽ ഇത് 10,000 കടക്കുമെന്നാണ് ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. കോട്ടയം ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം തിങ്കളാഴ്ച കുമരകം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് രാവിലെ 9 മണിക്ക് നടക്കുന്ന റാലിയോടെ വർണ്ണാഭമായ പ്രവേശനോത്സവ ചടങ്ങുകൾ ആരംഭിക്കും. റാലി കുമരകം ഗ്രാമപഞ്ചായത്തിന് സമീപമുള്ള UP സ്കൂളിൽ സമാപിക്കും. സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു അറിയിച്ചു. കുമരകം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ UP സ്കൂളിൽ വെച്ചാണ് നമ്മുടെ ഇവിടുത്തെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ അവറുകളാണ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ജില്ലാ പഞ്ചായത്തിൻ്റെ പരിപൂർണ സഹായത്തോടു കൂടി തന്നെ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വരികയാണ്. എല്ലാവരും കഴിഞ്ഞ കുറേ ദിവസമായി സ്കൂൾ വൃത്തിയാക്കും ഒക്കെ ആയിട്ട് അധ്യാപകരും PTA എല്ലാം സജീവമായിട്ട് എല്ലാ സ്കൂളിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാവരും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ വർഷം പുതിയ സിലബസാണ് നമ്മുടെ സ്കൂളിൽ വരുന്നത്. ആ സിലബസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മോഡ്യൂൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ പൊതുജനങ്ങളിൽ നിന്ന് സ്കൂൾ കുട്ടികളിൽ നിന്ന് വരെ ചർച്ചകൾ രൂപീകരിച്ചുകൊണ്ടാണ് പുതിയ പാഠപുസ്തകം ഈ വർഷം സ്കൂളിൽ എത്തുന്നത്. എല്ലാവരും വലിയ ആവേശത്തോടു കൂടിയാണ് പ്രവേശനോത്സവത്തെ നോക്കിക്കാണുന്നത്. എല്ലാവരുടെയും സഹായം ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിലാണ് ചടങ്ങുകൾ. ജില്ലാ പോലീസ് മേധാവി K കാർത്തിക് മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ PS പുഷ്പമണി പ്രവേശനോത്സവ സന്ദേശം നൽകും. ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ, കുമരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധന്യ സാബു, കുമരകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VK ജോഷി തുടങ്ങിയവർ പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടെണ്ണലിനായി പത്തനംതിട്ട മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള ക്രമീകരണങ്ങൾ വിശദീകരിക്കാൻ വാർത്താ സമ്മേളനം ചേർന്നു. ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണനായിരുന്നു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടെണ്ണൽ കേന്ദ്രം ചെന്നീർക്കര കേന്ദ്രീയ വിദ്യാലയത്തിലാണ് അറേഞ്ച് കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാറ്, തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂര് എന്നിങ്ങനെ 7 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ചെന്നീർക്കര കേന്ദ്രീയ വിദ്യാലയത്തിൽ പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്ന 7 ഹാളുകളിൽ വെച്ചാണ് നടക്കുന്നത്. ഇതിൽ ഓരോ LICക്കും വേണ്ടി EVM വോട്ടുകൾ എണ്ണുന്നതിനായിട്ട് ഓരോ LICയിലും നമ്മൾ 14 ടേബിളുകൾ വീതം ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിന് വേണ്ടി 2 ഹാളുകളും സർവീസ് വോട്ട് എണ്ണുന്നതിന് വേണ്ടി 1 ഹാളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഈ സർവീസ് വോട്ട് സ്കാൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകമായിട്ട് 1 ഹാളും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ EVM എണ്ണാൻ 7ഉം പോസ്റ്റൽ ബാലറ്റിന് 2ഉം സർവീസ് വോട്ടിന് 1 ഹാളുമാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 1 സ്കാനിങ്ങിന് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ പോസ്റ്റൽ ബാലറ്റുകളാണ് ആദ്യം എണ്ണി തുടങ്ങുന്നത്. രാവിലെ 8 മണിയോടുകൂടിയാണ് പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നത്. നമുക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്ന പോസ്റ്റൽ ബാലറ്റുകൾ 13,789 പോസ്റ്റൽ ബാലറ്റാണ് കിട്ടിയിരിക്കുന്നത്. 13,789 ഇത് പോസ്റ്റൽ ബാലറ്റും പിന്നെ ഈ പറഞ്ഞ സർവീസ് വോട്ട്. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലായിരുന്നു വാർത്താ സമ്മേളനം. പത്തനംതിട്ട മണ്ഡലത്തിലെ വോട്ടെണ്ണൽ ഓമല്ലൂർ ചെന്നീർക്കര കേന്ദ്രീയ വിദ്യാലയത്തിലാണ് നടത്തുന്നത്. ജൂൺ 4 രാവിലെ 8 പോസ്റ്റൽ വോട്ടുകൾ എണ്ണിക്കൊണ്ടായിരിക്കും തുടക്കമെന്ന് കളക്ടർ അറിയിച്ചു.
ഇനി ഇടവേള. സംസ്ഥാനത്ത് മെയ് മാസത്തിൽ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് ആലപ്പുഴ ജില്ലയിൽ 713.4 മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ കഴിഞ്ഞ മാസം ലഭിച്ചത്. ജില്ലയിൽ കാർത്തികപ്പള്ളി, മങ്കൊമ്പ് എന്നീ പ്രദേശങ്ങളിലാണ് ഏറ്റവും അധികം മഴ ലഭിച്ചത്. കാർത്തികപ്പള്ളിയിൽ 61 മില്ലിമീറ്ററും മങ്കൊമ്പിൽ 60.2 മില്ലിമീറ്റർ മഴയുമാണ് ലഭിച്ചത്. ആലപ്പുഴ ജില്ലയിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് 2455 ഹെക്ടർ നെൽകൃഷിയിൽ വിളനാശം സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം 32 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. KSEB 1.75 കോടി രൂപയുടെ നാശനഷ്ടവും കണക്കാക്കിയിട്ടുണ്ട്. ജില്ലയിൽ 59 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2220 കുടുംബങ്ങളിലെ 2657 പുരുഷന്മാരും 3052 സ്ത്രീകളും 1059 കുട്ടികളും അടക്കം 6768 പേർ കഴിയുന്നു. നിലവിൽ അമ്പലപ്പുഴ 28, മാവേലിക്കര 11, കാർത്തികപ്പള്ളി 8, ചേർത്തല 4, കുട്ടനാട് 5, ചെങ്ങന്നൂർ 3 എന്നിങ്ങനെയാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. അമ്പലപ്പുഴയിൽ 1682 കുടുംബങ്ങളിൽ നിന്നായി 5382 പേരാണ് ക്യാമ്പിലുള്ളത്. മാവേലിക്കരയിൽ 185 കുടുംബങ്ങളിൽ നിന്നായി 558 പേരും കാർത്തികപ്പള്ളിയിൽ 274 കുടുംബങ്ങളിൽ നിന്നായി 570 പേരും ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ചേർത്തലയിൽ 48 കുടുംബങ്ങളിലെ 150 പേരും, കുട്ടനാട്ടിൽ 22 കുടുംബങ്ങളിലെ 75 പേരും, ചെങ്ങന്നൂരിൽ 9 കുടുംബങ്ങളിലെ 33 പേരുമാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. CPIM, SFI, പുളിങ്കുന്ന് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുളിങ്കുന്ന് ഗവൺമെന്റ് സ്കൂൾ പരിസരങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ചമ്പക്കുളം കാരക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ AIYFന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ. ലോക്കൽ കമ്മിറ്റി അംഗം KJ ജോസഫ്, ഇഗ്നേഷ്യസ്, ബ്രാഞ്ച് സെക്രട്ടറി രാജേഷ്, SFI കുട്ടനാട് ഏരിയ പ്രസിഡന്റ് S വിഷ്ണു എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ സ്കൂൾ പ്രിൻസിപ്പലിന് CPIM പുളിങ്കുന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജോസ് തോമസ് കൈമാറി. AIYF ചമ്പക്കുളം മേഖല ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ കാരക്കാട് ചമ്പക്കുളം ഗവൺമെന്റ് LP സ്കൂളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. AIYF സംസ്ഥാന കമ്മിറ്റിയുടെ ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് സംസ്ഥാനത്തുടനീളം ജില്ലയിലുടനീളം ഈ മഴക്കെടുതിയായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, ക്ലീനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നിവ ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സിന്റെ ആഭിമുഖ്യത്തിൽ കേരളമൊട്ടാകെ നടന്നു വരികയാണ്. മഴക്കെടുതി മൂലം ദുരിതമനുഭവിക്കുന്നവരുടെ വീടുകൾ ശുചീകരിക്കുക, അതുപോലെ തന്നെ ഓടകളും മറ്റും വൃത്തിയാക്കുക എന്നീ പ്രവൃത്തികൾ ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാനമൊട്ടാകെ ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഘടനാ ജില്ലാ വൈസ് പ്രസിഡന്റ് M സന്തോഷ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം സതീഷ് KM, മണ്ഡലം കമ്മിറ്റി അംഗം ബിനീഷ് ജോസഫ്, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ ജോമി ജേക്കബ്, ബിനോയ് ജെ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. രാജു ഈ തൊട്ടടുത്ത പരിസരത്ത് താമസിക്കുന്ന ആളാണ്. അപ്പോൾ ഈ സ്കൂളിന് എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ ഓടി വന്ന് കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യും. ഇവിടെ ഇപ്പോൾ ഇപ്രാവശ്യം ക്ലീൻ ചെയ്യാൻ വേണ്ടി എൻ്റെ AIYF സുഹൃത്തുക്കൾ ഇവിടെ വന്നെല്ലാം കഴിഞ്ഞ വർഷമാണെങ്കിലും അവർ വളരെ ഭംഗിയായി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു തരികയും നോട്ട് ബുക്ക് വിതരണവും കുട വിതരണവും ഒക്കെ ചെയ്തിട്ടുണ്ട്. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഫാദർ തോമസ് പോരൂക്കര സ്കൂളിൽ നടക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി സന്ദർശിച്ചു. വീടുകളിൽ വെള്ളം കയറിയ 10 കുടുംബങ്ങളാണ് ക്യാമ്പിൽ കഴിയുന്നത്. ഗ്രാമപഞ്ചായത്ത്, വില്ലേജ് ഓഫീസ്, കൃഷി ഓഫീസ് എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരും ആരോഗ്യ പ്രവർത്തകരുമാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ ദിവസം ക്യാമ്പ് സന്ദർശിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ക്യാമ്പ് നിവാസികളുടെ സൗകര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഗസ്റ്റിൻ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബെന്നി വർഗീസ്, തോമസ് ജോസഫ്, ആന്റണി അലക്സ്, CPIM ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KG അരുൺകുമാർ, വില്ലേജ് ഓഫീസർ സജിമോൾ എന്നിവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ക്യാമ്പ് സന്ദർശിച്ചപ്പോൾ സന്നിഹിതരായിരുന്നു. കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് എടത്വ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തലവടി AD-UP സ്കൂളിൽ ചേർന്ന അനുമോദന യോഗം CSI സഭ മുൻ മോഡറേറ്റർ ബിഷപ്പ് തോമസ് K. ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു. മാതാപിതാക്കളും കിടക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ സംഭവമായിരിക്കാൻ ലോകത്തിന്റെ പാട് ജീവിപ്പാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഇത് സന്തോഷമാണ്. ഇതെല്ലാം പൂർത്തീകരിക്കട്ടെ. ഇനിയുള്ള കാലങ്ങളിൽ ജീവിതം വരുമ്പോൾ പ്രത്യേകിച്ച് ചെറുത് ആളുകൾ പങ്കെടുക്കുന്ന മാതാപിതാക്കളുണ്ട്. അവരെ ഓർക്കുന്നതാണ് സന്തോഷം. കൊച്ചുങ്ങൾ വളരുന്നതും പുലരുന്നതും അവരുടെ കാലഘട്ടമാണ്. അനുമോദന യോഗത്തിൽ KCC മേഖലാ പ്രസിഡന്റ് പ്രകാശ് പനവേലി അധ്യക്ഷനായിരുന്നു. ജനറൽ കോർഡിനേറ്റർ ഡോക്ടർ ജോൺസൺ വി ഇടുക്കുള ആമുഖ സന്ദേശം നൽകി. തിരുവരയന്നൂർക്കാവ് ഭഗവതി ക്ഷേത്രം മുഖ്യ കാര്യദർശി ബ്രഹ്മശ്രീ നീലകണ്ഠർ ആനന്ദ് പട്ടമന മുഖ്യ സന്ദേശം നൽകി.
കല്ലുപുരയ്ക്കൽ രഞ്ജു എബ്രഹാമിന്റെ സാമ്പത്തിക സഹായത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു വിതരണ കർമ്മം നിർവഹിച്ചു. ഫാദർ ജോഷുവ ജോൺ, തലവടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിനു സുരേഷ്, എൽ.സി. പ്രകാശ് പനവേലി, നെടുമ്പ്രം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തോമസ് ബേബി, പി. വൈശാഖ്, AD UP സ്കൂൾ സീനിയർ അധ്യാപിക S. രേഖ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വർഷത്തെ NV പ്രഭു മാധ്യമപ്രവർത്തന അവാർഡിന് മലയാള മനോരമ മുൻ എഡിറ്റോറിയൽ ഡയറക്ടർ തോമസ് ജേക്കബിനെ തെരഞ്ഞെടുത്തു. ജൂൺ 16-ന് അവാർഡ് സമ്മാനിക്കുമെന്ന് സംഘാടകർ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മളെ NV പ്രഭു പത്രപ്രവർത്തന അവാർഡ് മലയാള മനോരമയുടെ മുൻ എഡിറ്റോറിയൽ ഡയറക്ടർ ഉപരി കേരളത്തിലെ ഏറ്റവും പ്രതിഭാധനനായ പത്രപ്രവർത്തകനാണ് ശ്രീ തോമസ് ജേക്കബിന് നൽകുന്നു. 25,000 രൂപയും പ്രശസ്തി പത്രവും ഒരു ഫലകവും അടങ്ങുന്നതാണ് ഈ അവാർഡ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് NV പ്രഭു മെമ്മോറിയൽ ട്രസ്റ്റും സീനിയർ കേരള ജേർണലിസ്റ്റ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും സംയുക്തമായാണ്. ഈ രണ്ട് സംഘടനകളും സംയുക്തമായി ചേർന്നുകൊണ്ട് പ്രതിനിധികളടങ്ങുന്ന ഒരു സമിതി, കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഈ അവാർഡ് നിർണയ അതുപോലെ സമ്മാനിക്കൽ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത്. സംയുക്താഭിമുഖ്യത്തിലാണ് എല്ലാ വർഷവും നൽകുന്ന. അതുപോലെ തന്നെ അദ്ദേഹം ശ്രീ NV പ്രഭു ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥാപകനാണ്, നിങ്ങൾക്കറിയാം. അത് മുൻനിർത്തി ഒരു ക്യാഷ് അവാർഡ് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി ഒരു ക്യാഷ് അവാർഡ് അവിടുത്തെ ഒരു വിദ്യാർത്ഥിക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. ആലപ്പുഴ TD മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥിക്കുള്ള NV പ്രഭു സ്മാരക ക്യാഷ് അവാർഡ് കഴിഞ്ഞ MBBS പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന മാർക്ക് ലഭിച്ച ലിയ സണ്ണിക്ക് നൽകും. കോട്ടയം മാന്നാനം കലയത്തിങ്കൽ സണ്ണി ജോസഫിന്റെ മകളാണ് ലിയ സണ്ണി. 5,000 രൂപയാണ് ഈ ക്യാഷ് അവാർഡ്. പ്രഗത്ഭ പത്രപ്രവർത്തകനും ആലപ്പുഴ TD മെഡിക്കൽ കോളേജിന്റെ സ്ഥാപകനുമായ NV പ്രഭുവിന്റെ സ്മരണയ്ക്കായാണ് ഈ പുരസ്കാരങ്ങൾ. വരുന്ന ജൂൺ 16-ന് ആലപ്പുഴ YMCA ഹാളിൽ ചേരുന്ന സമ്മേളനത്തിൽ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും NV പ്രഭു മെമ്മോറിയൽ ട്രസ്റ്റും ചേർന്നാണ് അവാർഡ് ഏർപ്പെടുത്തിയത്. ഇരു പ്രസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ അംഗങ്ങളായ സംയുക്ത സമിതിയാണ് പുരസ്കാര നിർണയ നടപടികൾ നിർവഹിച്ചത്. കേരളത്തിലെ 2 തലമുറയിലെങ്കിലും മാധ്യമപ്രവർത്തകർക്ക് ഗുരുസ്ഥാനീയനാണ് തോമസ് ജേക്കബ്. ഈ രംഗത്തെ അദ്ദേഹത്തിന്റെ അധ്യാപന മികവ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ആദരിക്കപ്പെട്ടിട്ടുണ്ട്. മികച്ച കോളമിസ്റ്റും ഗ്രന്ഥകർത്താവും കൂടിയാണ് തോമസ് ജേക്കബ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6,635 രൂപ, പവന് 53,080 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.